നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്ന് ഈ ആനിവേഴ്സറി ദിവസം, ഞാനെല്ലാം തിരിച്ചറിഞ്ഞ ദിവസം, നിങ്ങളുടെ മുറി ഞാൻ അലങ്കരിക്കും. വേണം. നിങ്ങളുടെ മുറി അലങ്കരിച്ച് നിങ്ങൾ ആ മുറിയിൽ ഒരുമിച്ച് കയറുമ്പോ എനിക്കും ജീവൻ ഇവിടുന്ന് യാത്രയാവണം. നിത്യ, നിത്യ, മോളെ. മോളെ, നിത്യ, അയ്യോ, നിത്യ, ഏയ്, നിത്യ, നിത്യ, മോളെ. ഏയ്, നിത്യ, നിത്യ, ചേച്ചി, നിത്യ, കണ്ണു തുറക്കും മോളെ. മോളെ, കുറച്ച് വെള്ളം. അമ്മ ഇവിടെ ഇരുന്നു, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ പിടിച്ചു കൊണ്ടുപോയിക്കോളാം. ചേച്ചി, നിത്യ, വാ 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 വാ. ആ, നമുക്കൊന്ന് സംസാരിക്കണമല്ലോ. നിത്യ, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കഷ്ടമായി പോയി. എല്ലാം അവസാനിപ്പിച്ച് എത്ര സന്തോഷത്തോടെയാ ഞാൻ സദ്യ ഓർഡർ ചെയ്തിരുന്നത്. ഇനിയിപ്പോ എല്ലാരും കുറ്റം പറയുന്നത് എന്നെയായിരിക്കും. വീണയുടെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. എന്ത് കുഴപ്പം? നിങ്ങള് ഭാര്യയും ഭർത്താവും അല്ലേ? ശരിക്കും നിങ്ങൾ കല്യാണം കഴിച്ചതല്ലേ? ഹരി സാറേ, വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾക്കിടയിൽ ഇനി ഫോർമാലിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെന്താ ഹരി സാറിന് ചോറ് വാരി തന്നപ്പോ നിത്യ എങ്ങനെ? 2-3 ദിവസമായിട്ട് വ്രതത്തിലാ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും.
വ്രതമാണോ കാരണം? അതോ ജീവനെ കണ്ടതിന്റെ ഷോക്കോ? അത് അത് ഒരടഞ്ഞ അധ്യായല്ലേ. പിന്നെന്തിനാ ഞാൻ അതിനെക്കുറിച്ചോർത്ത് പേടിക്കുന്ന? ഹരിയെ നിത്യ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്റെ ജീവിതത്തില് ഞാൻ ആകെ സ്നേഹിച്ചൊരു പെണ്ണ് അത് നിത്യ മാത്രമാ. സാറും നിത്യം തമ്മിലുള്ള ജീവിതം സന്തോഷമാണോ? ഞങ്ങൾ നല്ല സന്തോഷത്തിലാ. അതറിഞ്ഞാ മതി. ഒരുപക്ഷെ ഇന്ന് വരെ ഒരു ഭർത്താവും ചെയ്യാത്ത കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇന്ന് ഈ ആനിവേഴ്സറി ദിവസം, ഞാനെല്ലാം തിരിച്ചറിഞ്ഞ ദിവസം, നിങ്ങളുടെ മുറി ഞാൻ അലങ്കരിക്കും. വേണം. നിങ്ങളുടെ മുറി അലങ്കരിച്ച് നിങ്ങൾ ആ മുറിയിൽ ഒരുമിച്ച് കയറുമ്പോ എനിക്കും ജീവൻ ഇവിടുന്ന് യാത്രയാവണം. പഴയ ബന്ധങ്ങളൊക്കെ അറുത്ത് മുറിച്ചെറിയണം. ഞാൻ മുറി അലങ്കരിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഹരിസർ ഒന്ന് അസ്വസ്ഥനായോ? ഇല്ല. ഇല്ല. താങ്ക് യു. താങ്ക് യു നിത്യ. ഇനിയിപ്പോ നിത്യ കൂടുതലൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എങ്കിൽ പിന്നെ ശരി, ഞാനൊന്ന് അകത്തേക്ക് ചെല്ലട്ടെ. എന്താ അവൻ പറഞ്ഞത്? പരീക്ഷണങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് കടക്കുക. ജീവൻ ഞങ്ങളുടെ ബെഡ്റൂം അലങ്കരിക്കാനാ പോയിരിക്കുന്നത്. നീ എന്തിനാ അതൊക്കെ സമ്മതിക്കാൻ പോയേ? ഇവിടെ ഇപ്പൊ എന്റെ സമ്മതം ആർക്കാ വേണ്ടത്? ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.